ഇപ്പോൾ CPI പ്രതിനിധി എം പ്രകാശ് മാസ്റ്ററിലേക്ക് പോവുകയാണ്. പ്രകാശ് മാസ്റ്റർ, ഈ സംസ്ഥാനത്തെ കുറഞ്ഞ പോളിംഗ് നൽകുന്ന സൂചന എന്താണ് എന്നാണ് ചോദിച്ചു തുടങ്ങേണ്ടത്. ഇതിൽ തന്നെ ഏറ്റവും അലോസരം പ്രകടിപ്പിച്ചുകൊണ്ട് അലോസരം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ UDF കേന്ദ്രങ്ങളാണ്. എന്താണ് ഒരു പരാജയ ഭീതി അവരെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഇന്നലെ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലുള്ള പോളിംഗ് ശതമാനം പുറത്തു വന്നപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് രാഷ്ട്രീയ വിശാരദന്മാരും മാധ്യമങ്ങളും ഈ പോളിംഗ് കുറയുന്ന സമയത്ത് കേരളത്തിനുണ്ടാകുന്ന ഫലം എന്താണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു പരിശോധന നടത്തുകയുണ്ടായി. അവരെല്ലാം ഒറ്റക്കെട്ടായി അഭിപ്രായപ്പെട്ട ഒരു കാര്യം, എപ്പോഴെല്ലാം പോളിംഗ് 70% അടുത്ത് നിൽക്കുന്നുവോ അപ്പോഴെല്ലാം വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നാണ്. 75% മേലെ പോളിംഗ് എത്തുന്ന സമയത്ത് മാത്രമേ UDF മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കഴിഞ്ഞൊരു 3 പതിറ്റാണ്ട് കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട്, കണക്കുകൾ വെച്ചുകൊണ്ട് അവരെല്ലാം സമർത്ഥിക്കുകയുണ്ടായി. ഇത് വളരെ ഗൗരവമായ നിലക്ക് UDF അതുപോലെ കോൺഗ്രസിനെയും ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എല്ലാ സന്ദർഭത്തിലും UDF വേണ്ടിയിട്ട് വലിയ പാടുപെടുന്നൊരു പത്രമാണല്ലോ മനോരമ. മനോരമയുടെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിരിക്കുന്ന ഓൺലൈൻ മനോരമയുടെ ഹെഡിങ് ഞാൻ പറയാം. എ നമ്പർ നൈറ്റ്മെയർ ഫോർ കോൺഗ്രസ് ഇൻ കേരള, വാട്ട് ഹിസ്റ്ററി സേസ് അബൌട്ട് ലോവർ വോട്ട്സ് ടേൺ ഔട്ട്. അതിൽ പറയുന്നത്, ഇറ്റ് ഷോസ് ദാറ്റ് there was no wave in the state in favor of the opposite and Congress and UDF. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇത് മൊത്തത്തിലുണ്ടായ നിഗമനമാണ്. മനോരമക്ക് പോലും അത് പറയേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ പരാജയ ഭീതി പൂണ്ടിലുള്ള UDF നേതാക്കന്മാരും പ്രത്യേകിച്ച് കോൺഗ്രസ് അവർ എന്താണ് ഇക്കാര്യത്തിൽ പറയേണ്ടതെന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞു, ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു, 95% ആകെ 25,239 പോളിംഗ് ബൂത്തുകളിൽ 95% ബൂത്തുകളിൽ 6 മണിയോടെ പോളിംഗ് പൂർത്തീകരിച്ചു. ബാക്കി 99% പോളിംഗ് ബൂത്തുകളിലും 8 മണിയോടെ പോളിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് അതിനുശേഷം പോളിംഗ് ഉണ്ടാകുന്ന ഒരവസ്ഥ വന്നത്. ഇതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞിരിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ എന്താണ് ഈ കോൺഗ്രസിൻ്റെ ആളുകളെ ഭീതിപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു ചിത്രം എന്താ? വന്നിരിക്കുന്ന ചിത്രം എവിടെയെല്ലാമാണോ UDF പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അവിടെയാണ് പോളിംഗ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം മാത്രം ഞാൻ പരിശോധിക്കാം. ഇന്ന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിശോധനയിൽ ഞാൻ പങ്കെടുത്താണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ആ പരിപാടിക്കത്തുണ്ടായിരുന്നു. ഇത്തരം എന്തെങ്കിലും ഒരു ആക്ഷേപം അവർ ഉന്നയിച്ചിട്ടേ ഇല്ല. എന്ന് മാത്രമല്ല, അവരെല്ലാം അലോസരപ്പെടുത്തൊരു കാര്യമുണ്ട്. കണ്ണൂർ മണ്ഡലം പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ഇരിക്കൂറിലാണ്, രണ്ടാമത്തത് പേരാവൂരിലാണ്. ഏറ്റവും മുന്തിയ പോളിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തളിപ്പറമ്പിലും അതുപോലെ തന്നെ ധർമ്മടത്തും മട്ടന്നൂരിലുമാണ്. എന്താ മണ്ഡലത്തിൻ്റെ പ്രത്യേകത? ധർമ്മടം അതുപോലെ മട്ടന്നൂര് തളിപ്പറമ്പ് എന്ന് പറയുന്നത് LDF നല്ലപോലെ മുന്നേറ്റമുള്ളതാണ്. വലിയ നിലക്ക് പോളിംഗ് കുറഞ്ഞിരിക്കുന്ന മണ്ഡലം പേരാവൂർ വിരിക്കൂറും നല്ലതുപോലെ UDF മുന്നേറ്റമുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും, ബൂത്തുകളും ഇങ്ങനെ കാണാം. ഇതെല്ലാം അവരെ നല്ലതുപോലെ ഭയപ്പെടുത്തുന്നു എന്നുള്ള നിലയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് VVPAT സംവിധാനം എല്ലാ മെഷീനിലുമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 സെക്കൻഡ് VVPAT വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നു. അതിനുശേഷം മാത്രമേ ബീപ്പ് കേൾക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അത് അല്പം താമസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ പോളിംഗ് ബൂത്തിനകത്തുള്ള എണ്ണം ക്രമീകരിക്കേണ്ടത് എന്നെല്ലാം സംബന്ധിച്ച വിഷയങ്ങളുണ്ട്. പക്ഷേ എന്തോ കൃത്രിമം നടന്നിരിക്കുന്നു, ഒരു അന്വേഷണം വേണം എന്നെല്ലാം പറയുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതെങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യം ആലോചിക്കേണ്ടത് തന്നെ. പക്ഷേ വളരെ ബോധപൂർവം എന്തോ അന്യായം നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയണ്ടേ? ഇനി കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കൃത്രിമങ്ങൾ നടത്തി എന്നാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിനാണല്ലോ. അവർ എന്തോ കൃത്രിമം നടത്തിയിരിക്കുന്നു, അതാണ് അഭിപ്രായമെങ്കിൽ അങ്ങനെ പറയണം. കാടടച്ച് വെടിവെക്കുന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ? ഉണ്ടായിരിക്കുന്ന കാര്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് നേരത്തെ വോട്ട് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, ഇത്തവണ കോൺഗ്രസിന് എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം പ്രതിസന്ധികളിൽ എപ്പോഴെല്ലാം ന്യൂനപക്ഷം പെട്ടുപോകും അപ്പോഴൊന്നും അവരെ കൈപിടിച്ച് സഹായിക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല, UDF ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് CPM ആണ്, ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ധാരാളം ആളുകളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ പിന്തുണക്കണം എന്നുള്ള നിലക്കുള്ള നല്ല അഭിപ്രായമുണ്ട്. എന്നാൽ കടുത്ത രാഷ്ട്രീയ നിലവാരമുള്ള ആളുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് LDF വോട്ട് കൊടുക്കുക, എന്നാൽ പിന്നെ പോകാതിരുന്നേക്കാം എന്ന് പറയുന്ന വികാരം ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ എന്തിനാണ് കേരളത്തിലെ ഗവൺമെൻറ് എതിർക്കേണ്ടത്? ഇത് UDF കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആളുകളെ ഉൾപ്പെടുന്ന ഒരു കാര്യമില്ലേ? ഇന്ത്യയിൽ എല്ലാ നിലക്കും വളരെ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിൽ എല്ലാ നിലക്കും ബുദ്ധിമുട്ടി കാഴ്ചവെക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്,
അതിന് എല്ലാ നിലക്കും സഹായിക്കുന്ന UDF. അങ്ങനെ വരുമ്പോൾ UDFന്റെ പരമ്പരാഗത വോട്ടിൽ തന്നെ വലിയ നിലക്കുള്ള അതാണ് അവരെ അലോസരപ്പെടുത്തുന്ന ഘടകം. ഞാൻ അങ്ങയിലേക്ക് വരാം.